ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിച്ച് ഈ ഹൈ ഫോക്കസിൻ്റെ ഡാർക്ക് ക്യാമറ നമ്മുടെ DVR കണക്ട് ചെയ്താൽ പിക്ചർ കാണാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡെഹുവയുടെ ഒരു അപ് ടു 5 MB ഉള്ളൊരു DVR ഞാൻ ഈ 4 MB ക്ലാരിറ്റി ഉള്ള ഡാർക്ക് ക്യാമറയിൽ നിന്ന് കണക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ട് രാത്രി 10 മണിക്കുള്ള പിക്ചറാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ 4 MB ക്ലാരിറ്റി ഉള്ള ഒരു ഡാർക്ക് ക്യാമറ, ഇത് ഹൈ ഫോക്കസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡാർക്ക് ക്യാമറയാണ്. ഇതിന് 4 MB ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഫുൾ ബോഡി മെറ്റലാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സൈസ് ക്യാമറയാണ്. ഞാൻ ഇതിനു മുമ്പും ഈ ഒരു ക്യാമറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ NVR കണക്ട് ചെയ്ത് POE സ്വിച്ച് വഴിയാണ് ഈ ഒരു ക്യാമറ നമ്മൾ വർക്ക് ചെയ്യിച്ചത്. അപ്പം അന്നത് ആ രാത്രിയിലെ പിക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ പക്കയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. രാത്രിയും പകലും ഒരുപോലെയുള്ള ഒരു പിക്ചർ. അപ്പോൾ അത് കാരണം ഞാൻ ആ വീഡിയോ ഇട്ട് പ്രകാരം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും വീട്ടിൽ DVR വെച്ചിട്ട് ഒരു ക്യാമറ സിസ്റ്റം ഓൾറെഡി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്യാമറ ഞങ്ങളുടെ DVR ഇത് സപ്പോർട്ട് ചെയ്യുമോ, ഞങ്ങൾക്ക് ഈ ഒരു ക്യാമറയായിട്ട് മാത്രം വാങ്ങിച്ചിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യിക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ മറുപടി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് കിട്ടുന്ന DVR അതായത് പല കമ്പനികളുടെ ആയിട്ട്. ഇപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഡെഹുവയുടെ ഒരു DVR ആണ്. അത് അപ് ടു 5 MB ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്യാമറയുടെ പിക്ചർ എടുക്കുന്നത് ഇത് കണ്ടോ, രാത്രിയിൽ നിങ്ങൾ കാണുന്ന ഈ ലൊക്കേഷൻ കൂരി ഇരുട്ടാണ്. ഏകദേശം 10 മണിക്ക് ശേഷമുള്ള പിക്ചറാണ് ഇത്. നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളും ഒക്കെ ഡേറ്റും ഒക്കെ അതിനകത്ത് എൻ്റെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പെരയുടെ മുകളിലാണ് ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് പവർ കണക്ട് ചെയ്യുന്നു. 12 വോൾട്ടിൻ്റെ 1 ആംപിയർ അഡോപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റ്സിസ് കേബിളും അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ക്യാമറ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്, എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്യാമറ ഞാൻ വീടിൻ്റെ മുകളിൽ അത് ഒരു വെച്ചിരിക്കുകയാണ്, ഒരു പാരപ്പറ്റിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ദൂരേക്കുള്ള ആ ഒരു വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്യാമറ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 12 വോൾട്ട് അഡോപ്റ്റർ വെച്ചിട്ട് നമ്മൾ പവർ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റ്സിസ് കേബിൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അകത്തേക്ക് കൊണ്ടുപോയിട്ട് നേരെ ഞാൻ ഈ ഒരു കാറ്റ്സിസ് കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ മോഡത്തിലാണ്. ഇൻ്റർനെറ്റിൻ്റെ മോഡം ഓൾറെഡി DVR ഓൺലൈനായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു കേബിൾ കൊണ്ട് നമ്മൾ ഈ ഒരു മോഡത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ സ്ക്രീനിലേക്ക് വരുവാണ്. DVR ഒക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ബ്രാൻഡ് ഏതാണ്, DVR ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചാലുവാക്കി ആ കിട്ടിയിരിക്കുന്ന പിക്ചറാണ്. അതായത് പെരയുടെ മുകളിൽ നമ്മൾ ആ ക്യാമറ വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അവിടെ വെളിച്ചമില്ല. അപ്പോൾ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ ഉള്ള ആ വട്ടം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ടൈമും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ, സമയങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 10 മണിക്ക് ശേഷമുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കൂരി ഇരുട്ടത്ത് നമുക്ക് ഇത്ര നല്ലൊരു പിക്ചർ, അത് പകലും രാത്രിയും ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നത്. ഈ ക്യാമറ ഇച്ചിരി കോസ്റ്റ് കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്വാളിറ്റി, അതായത് നമുക്കിപ്പോൾ ഒരു DVR എങ്ങനെ, അതായത് ഒരു ക്യാമറ മാത്രം മതി നമുക്ക് ഡാർക്ക് കണ്ടർ, ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വേസ്റ്റ് ആവാതെ നമുക്ക് ഒരു ഡാർക്ക് കണ്ടർ ക്യാമറ മാത്രം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ ലൈറ്റ് അങ്ങനെയൊന്നും തെളിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ DVR പാറ്റേൺ തുറന്നു. ഇത് നിങ്ങൾ നോക്കിക്കോണം, ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് കാണിക്കുന്നത്. ഇത് DVR ആണ്. ഇത് കണ്ടില്ലേ, സ്ക്രീൻ 4, 8 അതുപോലെ 16 സ്ക്രീനുകളൊക്കെ. ഇത് ഞാൻ പല IP ക്യാമറകളും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ IP നമ്പറൊക്കെ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനത് ഈ നമ്മുടെ IP ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ അതിനകത്തുണ്ട്. ബാക്കിയെല്ലാം ബ്ലാങ്ക് ആണ്. ഇത് DVR ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സ്ക്രീനും കാര്യങ്ങളും ഒക്കെ ഇത് നമുക്ക് കാണാം. കാരണം 8 ചാനലിൻ്റെ ഒരു DVR ആണ്. നമുക്കിത് 4 IP ക്യാമറ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ആ കമ്പനി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 4 നമുക്കിവിടെ കാണിക്കും. അതുതന്നെ ഡെഹുവയുടെയാണ് ഈ ഒരു DVR. അപ് ടു 5 MB ആണ് മാത്രമേ ഉള്ളൂ ഇതിന് കപ്പാസിറ്റി. അപ്പോൾ നമുക്കിവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്, ക്യാമറ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ഇതിനകത്ത് തന്നെ ഉണ്ട്. IP ക്യാമറ, അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ IP ക്യാമറയുടെ ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത്.
അത് ഓൺലൈൻ ആയിരിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രീൻ ഡോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ക്യാമറ ഓൾറെഡി അത് സെർച്ച് ചെയ്ത് അതിൻ്റെ IP നമ്പർ എടുത്തിരിക്കുന്നു എന്നുള്ളത്. അവിടെ നമ്മൾ അതിൻ്റെ പാസ്വേഡ് അവിടെ ചോദിക്കുന്നുണ്ട്. ആ പാസ്വേഡ്, അതായത് ക്യാമറയ്ക്ക് ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് കോമൺ പാസ്വേഡ് കമ്പനി ഇട്ടിരിക്കുന്നതാണ്. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പിക്ചർ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരു ഡാർക്ക് കണ്ടർ ക്യാമറ വയ്ക്കണമെന്ന് ആവശ്യമുള്ളവർക്കും വയ്ക്കാം. എന്തെങ്കിലും അതുപോലെ തന്നെ ഈ ക്യാമറയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ അതുപോലെ തന്നെ ഈ ക്യാമറ ആവശ്യമുള്ളവർക്കും എൻ്റെ ഈ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ എടുത്ത ആ ഒരു റെക്കോർഡ്, അതായത് രാത്രിയിൽ 10 മണിക്ക് ശേഷം എടുത്തിരുന്നത്, അതായത് അന്നേരം നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന റെക്കോർഡ്, അപ്പം ലൈവ് മാത്രമേ ഉള്ളൂ, നമ്മുടെ DVRലെ ഹാർഡ് ഡിസ്കിൽ തന്നെ ഇത് റെക്കോർഡ് ആവുമോ ഇനി ഉള്ളതിനെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വിവരണം ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയ റെക്കോർഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു പിക്ചർ കുറച്ച് സമയം മാത്രമേ ഞാനിത് ഷൂട്ട് ചെയ്യാനായിട്ട് ചാലുവാക്കി വെച്ചിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു രാത്രിയിലെ പിക്ചറും പകലിലെ പിക്ചറും ഒക്കെ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ റെക്കോർഡ് വരുമ്പം നമുക്ക് ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടോ, പിക്ചറിനകത്ത് ക്വാളിറ്റി കുറയുമോ, ക്ലാരിറ്റി കുറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു കമ്പനിയുടെ DVRൽ ഈ ഒരു ക്യാമറ വെച്ചിട്ട് അടുത്ത ഒരു വീഡിയോ അതുപോലെ തന്നെ ഹിക്വിഷനകത്തും നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഹിക്വിഷനകത്തും CP+ ഒക്കെ ഞാൻ ഓരോ DVRൽ ഞാൻ ഇതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങളെ പിക്ചർ കാണിക്കുന്നതായിരിക്കും. കാരണം എല്ലാ DVRലും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഈ ക്യാമറ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് നമ്പറുണ്ട്, മെസ്സേജ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.